യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. യൂദായുടെ ലേഖനം പഠിക്കാം. ലേഖനത്തിന്റെ ഒരു ചെറു ആമുഖമാണ് ഇവിടെ പറയുന്നത്. പുതിയ നിയമത്തിൽ 26-ാമത്തെ ഗ്രന്ഥം 25 വാക്യങ്ങളുള്ള ഒരു അധ്യായം മാത്രം ഉൾക്കൊള്ളുന്ന ഈ ലേഖനം വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകങ്ങളിൽ ഒന്നാണ്. ഒരു അധ്യായം മാത്രമുള്ള ഫിലോമോനുള്ള ലേഖനത്തിൽ 25 വാക്യങ്ങളും ഓബദ്യാവിന്റെ പുസ്തകത്തിൽ 21 വാക്യങ്ങളും 3 യോഹന്നാന്റെ ലേഖനത്തിൽ 15 വാക്യങ്ങളും 2 യോഹന്നാന്റെ ലേഖനത്തിൽ 13 വാക്യങ്ങളും അടങ്ങിയിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. 1. ആമുഖം, ഇൻട്രൊഡക്ഷൻ. യൂദായുടെ ലേഖനം സാർവത്രിക ലേഖനങ്ങളിൽ ഉൾപ്പെടുന്നു. എല്ലാ ക്രിസ്തീയ വിശ്വാസികളും അംഗീകരിക്കേണ്ട ഒരു വിശ്വാസ സംഹിതയായി ഈ ലേഖനത്തെ കണക്കാക്കാം. ദുരുപദേശങ്ങളാൽ ആകൃഷ്ടമായ സഭകൾക്ക് ഗ്രന്ഥകർത്താവ് നൽകുന്ന ഉപദേശങ്ങളാണ് ലേഖനത്തിന്റെ പശ്ചാത്തലം. യേശുവിലെ മനുഷ്യത്വത്തോടൊപ്പം ഉയർന്ന ധാർമ്മികതയ്ക്കും ശക്തീകരണം നൽകുന്ന വേദശാസ്ത്രമാണ് ലേഖനം ഉൾക്കൊള്ളുന്നത്. പത്രോസിന്റെ 2-ാം ലേഖനവും ഈ ലേഖനവും തമ്മിൽ ആശയപരമായി സാമ്യമുണ്ട്. 2 തീയതി, ഡേറ്റ് ഓഫ് കമ്പോസിഷൻ. എഴുതിയ കാലഘട്ടം കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷേ AD 67-നും 80-നും ഇടയിലുള്ള ഒരു തീയതിയാകാം കൂടുതൽ യോജിക്കുന്നത് എന്ന് കരുതുന്നു. ഗ്രന്ഥത്തിന് 2 പത്രോസിന്റെ രചനകളുമായുള്ള സാമ്യമാണ് ഇതിന്റെ അവലംബം. 3-മതായി പറയുന്നത് എഴുത്തുകാരൻ, ദി ഓഥർ ഓഫ് ദ ബുക്ക്. ഗ്രന്ഥകാരനെ യൂദാസ് ഇസ്കരിയോത്താവുമായി തെറ്റിദ്ധരിക്കപ്പെടരുത്. ലേഖനകർത്താവ് സ്വയം പരിചയപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ എന്നാണ്. ഇതിൽ നിന്നും യൂദ യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനും യെരുശലേം സഭയുടെ നേതാവായ യാക്കോബിന്റെ സഹോദരനും ആണെന്ന് പാരമ്പര്യമായി വിശ്വസിച്ചു വരുന്നു. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ നാളുകളിൽ സഹോദരന്മാർ യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല. എങ്കിലും പുനരുത്ഥാനത്തിന് ശേഷം യാക്കോബും യൂദായും അവനിൽ വിശ്വസിച്ചു എന്ന് മനസ്സിലാക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വരനായി കാത്തിരുന്ന പ്രാർത്ഥനാ സംഘത്തിന്റെ ഭാഗമായിരുന്നു അവർ. ആദിമസഭയിൽ ഇവർ നന്നായി അറിയപ്പെട്ടിരുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് മികച്ചതും സങ്കീർണവുമായ കൊയീൻ ഗ്രീക്കിലാണ്. യേശുവിന്റെ കുടുംബം യൂദ ഉൾപ്പെടെ അരാമിക് സംസാരിക്കുന്ന ഗലീലയിൽ നിന്നുള്ള സാധാരണ ആളുകളായിരുന്നു. പുരാതന കാലത്ത് വരേണ്യവർഗത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന സാഹിത്യ രചനാ വൈദഗ്ധ്യം ഈ ഗ്രന്ഥത്തിൽ കാണുന്നതുകൊണ്ട് രചനാ കർത്തൃത്വത്തിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു. എന്നാൽ ലേഖകൻ ഒരു എബ്രായ ക്രിസ്ത്യാനിയും യേശുവിന്റെ അർത്ഥ സഹോദരനുമായ യൂദ തന്നെയെന്ന പുരാതന പാരമ്പര്യം സഭകൾ സ്വീകരിച്ചു വരുന്നു. അടുത്തതായി ഗ്രന്ഥത്തിന്റെ ഉദ്ദേശ്യം, പർപ്പസ്. ആദ്യകാല ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു ഭീഷണിയായി കാണുന്ന ചില ആളുകളെ കടുത്ത ഭാഷയിൽ അപലപിക്കുന്നതാണ് ഈ ഗ്രന്ഥം. ഈ എതിരാളികൾ ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് പ്രവേശിച്ചിരുന്നു. എന്നാൽ അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളല്ലായിരുന്നു. അവർ പരിഹാസികൾ, ദുരുപദേഷ്ടാക്കന്മാർ, സ്വന്തം മോഹങ്ങൾക്ക് വിധേയരായവർ തുടങ്ങിയവരായിരുന്നു. ഇവരെ ഉടൻ തന്നെ ദൈവത്താൽ വിധിക്കപ്പെടുമെന്ന് ലേഖകൻ തന്റെ വായനക്കാർക്ക് ഉറപ്പ് നൽകുന്നു. അതുകൊണ്ട് ഈ ഗ്രന്ഥം വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിനും അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് ഓർപ്പിക്കുന്നതിനും വിശ്വാസികളെ കർത്താവിൽ ഉറപ്പിച്ച് നിർത്തുന്നതിനും എഴുതിയിരിക്കുന്നു. 5. സന്ദേശം, ദ മെസ്സേജ് ഓഫ് ദ ടെക്സ്റ്റ്. ഈ ഗ്രന്ഥം ഒരാളുടെ ആശ്വാസത്തിനോ ദൈവശാസ്ത്രത്തിന്റെ നിഗൂഢ വിഷയങ്ങൾ ആരായുന്നതിനോ ഉള്ള ഒരു ലേഖനമല്ല. ഇതൊരു വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായ കത്താണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രകോപിപ്പിച്ചതിന്റെ ഫലമായുള്ള ഒരു തുറന്ന കത്താണിത്. യൂദ നൽകുന്ന സന്ദേശം വളരെ ഹ്രസ്വമായി പോയിന്റ് ബൈ പോയിന്റ് നോക്കാം. 1. തെറ്റായ പഠിപ്പിക്കലുകൾക്കും ധാർമ്മിക അപജയത്തിന് നടുവിൽ ഉണ്ടാകേണ്ട ജാഗ്രത, വിശ്വസ്തത, സ്ഥിരോത്സാഹം എന്നിവ ആഹ്വാനം ചെയ്യുന്നു. ഒരിക്കൽ വിശുദ്ധന്മാർക്ക് കൈമാറിയ വിശ്വാസത്തിനായി ആത്മാർത്ഥമായി പോരാടാൻ യൂദ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു.
2, ദൈവകൃപയെ അധാർമികതയ്ക്കുള്ള ലൈസൻസ് ആക്കി മാറ്റുകയും യേശുക്രിസ്തു കർത്താവ് എന്ന് നിഷേധിക്കുകയും ചെയ്ത സഭയിൽ രഹസ്യമായി നുഴഞ്ഞുകയറിയ അഭക്തരായ വ്യക്തികൾ എന്നീ കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. 3, ഇസ്രായേല്യർ, ദൂതന്മാർ, സോദോം ഗൊമോറ നിവാസികൾ തുടങ്ങി പിന്തിരിഞ്ഞു പോയവരുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയുടെ ചരിത്രപരമായ ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അനുതാപമില്ലാത്തവർക്കുള്ള ദൈവിക ന്യായവിധി ഉറപ്പെന്ന് യൂദ അടിവരയിടുന്നു. 4, അഭക്തരായ ഉപദേശകർ സ്നേഹസദ്യകളിലെ കളങ്കവും സ്വാർത്ഥരും ആത്മീയമായി ശൂന്യവും ഇരുട്ടിന് വിധിക്കപ്പെട്ടവരുമാണെന്ന് വിവരിക്കുന്നു. മുക്തികെട്ടവരെ വിധിക്കാൻ കർത്താവ് വരുന്നതിനെക്കുറിച്ച് ഹാനോക്കിന്റെ പ്രവചനം ഉദ്ധരിച്ച് പറയുന്നു. പിറുപിറുപ്പുകാരും ആവലാതി പറയുന്നവരും സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവരുമായി യൂദ ഈ വ്യക്തികളെ ചിത്രീകരിക്കുന്നു. 5, ക്രിസ്തുവിന്റെ കാരുണ്യത്തിനായി കാത്തിരിക്കുമ്പോൾ അവരുടെ ഏറ്റവും വിശുദ്ധമായ വിശ്വാസത്തിൽ സ്വയം കെട്ടിപ്പടുക്കുവാനും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാനും ദൈവസ്നേഹത്തിൽ തങ്ങളെ തന്നെ നിലനിർത്തുവാനും അവൻ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നു. അനുകമ്പയും ക്രിയാത്മകവുമായ സമീപനവും കൊണ്ട് സംശയിക്കുന്നവരോട് കരുണ കാണിക്കാനും പാപത്തിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനും യൂദ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. 6, ദൈവത്തിന്റെ ശക്തിയും സംരക്ഷണവും ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ ആത്യന്തിക പ്രത്യാശയും വീണ്ടും ഉറപ്പിക്കുന്നു. വിശ്വാസികളെ ഇടർച്ചയിൽ നിന്ന് തടയാനും അവരെ കുറ്റമറ്റവരും ആനന്ദത്തോടെ തന്റെ മഹത്വപൂർണമായ സന്നിധിയിൽ നിർത്തുവാൻ ശക്തിയുള്ളവനായ ഏക ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യൂദ ഗ്രന്ഥം ഉപസംഹരിക്കുന്നു. ഒടുവിലായി ഗ്രന്ഥത്തിന്റെ ഘടനയെക്കുറിച്ച് ഔട്ട്ലൈൻ അഥവാ സ്ട്രക്ചറിനെ കുറിച്ചുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 6 ഘടന ഔട്ട്ലൈൻ. 1 ആമുഖം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ, സല്യൂട്ടേഷൻ. 2 ഈ ലേഖനത്തിന്റെ ഉദ്ദേശ്യം, പർപ്പസ്, 3-4 വാക്യങ്ങൾ. 3 ഭക്തികെട്ടവരുടെ ന്യായവിധി, ജഡ്ജ്മെന്റ് ഓഫ് ദി അൺഗോഡ്ലി, 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്തെ രണ്ടായിട്ട് തിരിക്കുന്നു. അവരുടെ ചരിത്രപരമായ പരാജയങ്ങൾ, പ്രീവിയസ് ഫെയിലുവേഴ്സ്. 2 വർത്തമാനകാല പരാജയങ്ങൾ, പ്രസന്റ് ഫെയിലുവേഴ്സ്. ഇതിനെ വീണ്ടും ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ചരിത്രപരമായ പരാജയങ്ങൾ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അവിശ്വാസിയായ ഇസ്രയേൽ, വീണുപോയ ദൂതന്മാർ, സോദോമും ഗൊമോറയും. 2 വിഭാഗത്തിൽ 1 ഭക്തികെട്ടവരുടെ കളങ്കിത സംസാരം, 2 ഭക്തികെട്ട അവരുടെ സ്വഭാവം, 3 ഭക്തികെട്ടവരുടെ നാശം. 4-മതായി ഈ ഗ്രന്ഥം പറയുന്നത് പ്രബോധനങ്ങളാണ്. ഈ 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ എക്സോട്ടേഷൻസ്. 1 അപ്പോസ്തലന്മാരുടെ പ്രബോധനമാണ് 17 മുതൽ 19 വരെയും. 2 വിശ്വാസികൾക്കുള്ള യൂദയുടെ ആഹ്വാനവും പ്രബോധനവുമാണ് 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ 2 കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. സ്ഥിരോത്സാഹത്തിനുള്ള ഒരു ആഹ്വാനം, 2 കരുണ കാണിക്കുവാനുള്ള ഒരു ആഹ്വാനം. ഒടുവിൽ 5-മതായി ഉപസംഹാരം, ഡോക്സോളജി, 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഈ പഠനത്തിൽ പങ്കുചേർന്ന നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു.